ഒരു വിസ്മയ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. പ്രശസ്ത കവി ശ്രീ മധുസൂദനൻ നായരുടെ ഒരു കിളി അഞ്ച് വേദന്മാർ എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട്, കാടറിയ കിളി കഥയറ്റ കിളി കരളൊരു കുറി ചോദിച്ചു. കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട്, കണ്ണിനു കാണാത്തോളം കിളിയുടെ കൂട്ടിനു പോകെ വൈകല്ലി നീയും ഒരാറു കളക്ക് നം കിളിയിറു നടക്കണം, കാണാത്തൈ കരുവിണം കിളികല്ലും മുള്ളും താണ്ടെണ്ണം. അന്നേരം വന്നവളും തോന്നി അഞ്ചല്ലോ കരിവിടന്മാർ, വൈതേടും കിളിയിലേവാ വെയിലാറും വയ്യതിലിപ്പോ. അങ്ങതിലൂടെ നടന്ന ആരും കാണണയാം, വയ്യറിയ കിളി പോകാതെ വിനയേറും വഴി പോകാതെ. തോഴൻ ചൊല്ലിയതോരാതെ കിളിവേടന്മാരുടെ കൂടെ പോയി. ഒന്നാം വേടൻ കണ്ണിറയും നിറമായിരം അവളെ കാണിച്ചു. രണ്ടാം വേടൻ മധുരം മുറ്റിയ മുന്തിരി നീരു കുടിപ്പിച്ചു. മൂന്നാമത്തവൻ എരിമണമെത്തിയ പൂവുകളേറെ നപ്പിച്ചു. പൊയ്യിലയിൽ തുണി കൊയ്തൊരു പട്ടം പിന്നൊരു വേടനോട് പിച്ചു. അഞ്ചാം വേടൻ കാതിലെ കിളിക്കഞ്ചു പാട്ടുകൾ കേൾപ്പിച്ചു. എന്തൊരു ക്ഷേമം ഇതെന്തൊരു ക്ഷേമം, എന്തൊരു ക്ഷേമം ഇതെന്തൊരു ക്ഷേമം, പൈകിളി തന്നെ മറന്നു പോയി, പൈകിളി തന്നെ മറന്നേ പോയി. പെട്ടെന്നുള്ള മുലഞ്ഞു പൈകിളി ഞെട്ടിയുണർന്നു പേടിച്ചു. എത്തിയതയ്യോ പാടല്ല, അവിടെങ്ങും പോയി മണമില്ല. ആയിരമെന്നും നാവും കിട്ടി അലറിയടുക്കും പേരിലുടെ, പാടിയിലത്തിനു പാറ പുറ്റുകൾ കാവുകളിലെയും പാഴ്കിണറ്. തേടിയ കൺകളിലൊക്കെ കണ്ടതു കേളുകളും തേരട്ടകളും. കിളിയുടെ ചിറകിനു ചുറ്റും കീറിയടിക്കും ചുടുകാറ്റ്. അമ്പും വില്ലുമെടുത്തേ നിൽപ്പു അഞ്ചാകും കരിവേടന്മാർ. കരളിൽ നോവു കിടഞ്ഞു കിളിയുടെ കുഴയും കണ്ണിൽ നീരാടി. കണ്ണിനു കാണത്തോളം എല്ലെ കണ്ണീരൊഴിവും മന്ത്രിച്ചു. ആയിരു വാക്കിൽ വാളുതരാം നാളം കൊണ്ടൊരു ചുണ്ടുതരാം, ഒരു വഴി കാണാം ചൂണ്ടുതരാൻ ഞാൻ പുതുമൊഴി ഒഴുകും കാട്ടുതരാം. നന്മകൾ കൂട്ടമണം ചൊരിയാം ഓമനത കൊണ്ടു കുളിച്ചുതരാം. കൊത്തിക്കീറുകളേടന്മാരുടെ കത്തിപ്പടരും രുദ്രതയെ ചങ്ങലമീട്ടുകളിൽ വീണ്ടും മംഗളമുണരും കാടണയും.
തിങ്കൾ കളിലൊന്നിനുമൊന്നായി തങ്കൾ ചാത്തും പൂങ്കാവിൽ കാറ്റിനു 100 കുടം കളിച്ചെല്ലി നിറയ്ക്കും തേനരുവി തളിരിലയിടലും പൂഞ്ചിറക് തളരാ മനസ്സിനു നേരഴക് വേദന്മാരേക്കും കണ്ണിൽ വേവും മനസ്സിൽ നീരുറവ് ചിറകു കുടഞ്ഞു പൈങ്കിളി പുതിയൊരു ചിരിയിലുണർന്നവൾ പാടിപ്പോയി കാട്ടിൽ പോണ വഴിയറിയാം ഞാൻ കാട്ടിത്തരുവേനെല്ലാവർക്കും കാട്ടിൽ പോണ വഴിയറിയാം ഞാൻ കാട്ടിത്തരുവേനെല്ലാവർക്കും കാട്ടിത്തരുവേനെല്ലാവർക്കും കാട്ടിത്തരുവേനെല്ലാവർക്കും. എന്തൊരു കേമം അല്ലേ? ഈ അക്ഷരച്ചൂട്ട് ആ കുട്ടിയുടെ ജീവിത വഴിയിൽ എന്നും വെളിച്ചമാകട്ടെ, പ്രകാശമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി സമന്വയം സാഹിത്യ പുരസ്കാരം 2013 നേടിയ 3 പേർ നമ്മൾ കണ്ടു. അവർ സഹർഷം അവരുടെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. ഇനി അവർ എന്താണ് എഴുതിയത്, അവരുടെ അക്ഷരങ്ങൾ എന്തായി